ഹായ്, പുതിയ കാഴ്ചകളിലേക്ക്, പുതിയ ദൂരങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വിസ് സഞ്ചാരി. ഡൽഹിയുടെ ആകാശത്തിന് താഴെ ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ ശില്പം കേവലം കല്ലും മണ്ണും കൊണ്ട് പണിത ഒന്നല്ല. ഇത് പതിനായിരക്കണക്കിന് വീര സൈനികരുടെ ചോരയും വിയർപ്പും കൊണ്ട് ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു കാവ്യമാണ്. ഭാരതത്തിന്റെ അഭിമാന സ്തംഭം ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റും ഗേറ്റ് വേ ഓഫ് ഇന്ത്യയും തമ്മിൽ പലപ്പോഴും ആളുകൾക്ക് മാറിപ്പോകാറുണ്ട്. ഇവ രണ്ടും വ്യത്യസ്ത ചരിത്ര സ്മാരകങ്ങളാണ്. അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ ഇതൊക്കെയാണ്. ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് രാജ്യ തലസ്ഥാനമായ ന്യൂഡൽഹിയിലാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാകട്ടെ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ അറബിക്കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്നു. ഡൽഹിയിലുള്ളത് സൈനികർക്കുള്ള സ്മാരകവും മുംബൈയിലുള്ളത് 1911 ബ്രിട്ടനിലെ ജോർജ് അഞ്ചാമൻ രാജാവും മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചതിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച പ്രവേശന കവാടവുമാണ്. ഇന്ത്യ ഗേറ്റിന് താഴെ ദശാബ്ദങ്ങളായി അണയാത്ത അമർ ജവാൻ ജ്യോതി ഓരോ സൈനികന്റെയും കെടാത്ത ആത്മവീര്യത്തിന്റെ അടയാളമാണ്. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജീവൻ വെടിഞ്ഞ ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഈ യുദ്ധ സ്മാരകത്തിലെ ഓരോ കല്ലിലും ഒരു പേരുണ്ട്. ഓരോ പേരിലും ഒരു കഥയുമുണ്ട്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലി നൽകിയ ധീര രക്തസാക്ഷികളുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന പുണ്യഭൂമി. 42 മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഈ വിസ്മയം കേവലം ഒരു സ്മാരകം മാത്രമല്ല, ഓരോ ഭാരതീയന്റെയും നെഞ്ചിലെ അണയാത്ത രാജ്യസ്നേഹത്തിന്റെ പ്രതീകം കൂടിയാണ്. ലോകപ്രശസ്ത വാസ്തുശില്പി എഡ്വിൻ ലുട്ടിയൻസ് രൂപകൽപ്പന ചെയ്ത ഈ സ്മാരകം പാരീസിലെ ആർക്ക് ഡേ ട്രയംഫിന് സമാനമായ നിർമ്മാണ ശൈലിയാണ്. സന്ധ്യയാകുമ്പോൾ ഇന്ത്യ ഗേറ്റ് ഒരു സ്വർണ്ണ കൊട്ടാരം പോലെ തിളങ്ങും. കർത്തവ്യപഥിലെ വർണ്ണവിളക്കുകളും തണുത്ത കാറ്റും ഈ സ്ഥലത്തെ ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാക്കി മാറ്റുന്നു. ഓരോ വർഷവും റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നത് ഈ സ്മാരകത്തിന് മുന്നിലൂടെയാണ്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, നമ്മുടെ സൈനികരുടെ വീര്യത്തിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും അനശ്വര പ്രതീകമാണ്. നിങ്ങളൊരു ഡൽഹി യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പുണ്യഭൂമി സന്ദർശിക്കാതെ മടങ്ങരുത്. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ ഗുഡ് ബൈ. प्यार हो गया।